എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം, അയോധ്യാകാന്ഡം, ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ല ഒരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്കണേ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൊൽപ്രയാസം തവ യുക്തമതല്ലായിൽ എന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോകസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അധ്യാത്മരാമായണത്തിലെ വളരെ തത്വോപദേശ പ്രധാനമായ ഭാഗമാണ് ലക്ഷ്മണോപദേശം. ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപിഷ്ഠനാകുന്ന ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ തത്വോപദേശങ്ങൾ കൊണ്ട് സാന്ത്വനിപ്പിക്കുകയാണ്. അതിലാദ്യം പ്രയോഗിക്കുന്ന വാക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളവനെ എന്നാണ്. മറ്റൊന്ന്, അമ്മയായ സുമിത്രയുടെ ഗുണവൈശിഷ്ട്യങ്ങളൊക്കെ ഒത്തിണങ്ങിയവനെ സൗമിത്രേ. എൻ്റെ ഏറ്റവും സുന്ദരനായ അനുജ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. ഈ കാണുന്ന രാജ്യം, ദേഹം തുടങ്ങിയതും ധനം, ധാന്യം മുതലായവയും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണെങ്കിൽ നീ കാണിക്കുന്ന ദേഷ്യത്തിന്, നിന്റെ സങ്കടത്തിന് ഫലമുണ്ട്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ചുട്ടുപഴുത്ത ഇരുമ്പ് തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് മനുഷ്യന്റെ ജന്മം, മനുഷ്യന്റെ ജീവിതം. അതോടൊപ്പം തന്നെ പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട നമ്മൾ ഓരോരുത്തരും സുഖഭോഗങ്ങൾക്കായി ആഗ്രഹിക്കുന്നത്. മക്കളെന്നും സൗഹൃദമെന്നും സമ്പത്തെന്നും ഭാര്യമാരെന്നും ഒക്കെയുള്ള ആ മോഹം, അത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. വഴിയാത്രക്കാർ ക്ഷീണിച്ച് വശംവദരായി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ, ഒരൽപ്പം തണലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പെരുവഴി അമ്പലത്തിൽ കയറി വിശ്രമിക്കാറുണ്ട്. ആ വിശ്രമ സമയം കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകും. നദിയിലൂടെ ഒഴുകിപ്പോകുന്ന വിറക് കഷ്ണങ്ങൾ പോലെ ആണ് നമ്മുടെ ഈ കുടുംബ ജീവിതം. തന്നെയുമല്ല,
മനുഷ്യന് ഐശ്വര്യം സ്ഥിരവുമല്ല. ഈ യൗവനം എല്ലാ കാലഘട്ടത്തിലും നിൽക്കൂല. ഭാര്യാഭർത്തൃ സുഖം എന്ന് പറയുന്നത് സ്വപ്നം കാണുന്നത് പോലെയാണ്. അല്പായുസുകളാണ് മനുഷ്യർ, ഞാൻ പറയേണ്ടതില്ലല്ലോ. അതോടൊപ്പം കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളാൽ കലർന്നിട്ടുള്ള ഈ ജീവിതം, മനുഷ്യ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തത്വാധിഷ്ഠിത പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്. മറ്റൊന്ന്, ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ബീജം എന്നിവ കൊണ്ട് ചേർന്നതാണ് നമ്മുടെ ശരീരം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന ക്രോധം, അത് നമ്മുടെ വിവേകത്തെ നശിപ്പിക്കും. അതോടൊപ്പം ഞാൻ വലിയവനാണ് എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ബ്രാഹ്മണോ അഹം, നരേന്ദ്രോ അഹം, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒന്നുകിൽ യാത്രക്കിടയിൽ ഏതെങ്കിലും ജന്തുക്കളാൽ കടിച്ചു കീറപ്പെടുന്നു, മരണപ്പെട്ടു പോകുമ്പോൾ ആ മനുഷ്യനെ എടുത്ത് കത്തിക്കുന്നു, വെന്തു വെണ്ണീറായി മാറുന്നു. അതല്ലെങ്കിൽ കുഴിച്ചിടുമ്പോൾ മണ്ണിന് കീഴെ കൃമികളായി മാറുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അവൻ തൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടണം എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദേഹമാണ് ഞാൻ എന്ന ചിന്ത അറിവില്ലായ്മയാണ്. ദേഹമല്ല പ്രധാനം, ഉള്ളിലെ ആത്മചൈതന്യമാണ്. ആ ആത്മാവ് അനശ്വരമാണ്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും മിത്രങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്നത് അഹങ്കാരം മൂലമുണ്ടാകുന്ന, നിരാശ മൂലമുണ്ടാകുന്ന ക്രോധമാണ്. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും. ക്രോധം നമ്മുടെ ജീവിതത്തിനെ ബന്ധനത്തിലാക്കും. അതോടൊപ്പം ക്രോധം എന്നത് നരകത്തിലെ അഴുക്കുചാലു പോലെയാണ്. നമ്മളെ വല്ലാത്തൊരു തലത്തിലേക്ക് എത്തിക്കും. മനസ്സിന്റെ സന്തോഷം ദേവലോകത്തിലെ പൂന്തോട്ടം പോലെയാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കൂ. മനസ്സിൽ ശാന്തതയെ ആർജിക്കൂ. ജീവിതത്തിൽ ഒരിക്കലും സന്താപമുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല എന്ന് ഇവിടെ ആവർത്തിച്ചു പറയുകയാണ് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ. അധ്യാത്മരാമായണത്തിൽ ഏറ്റവും ജനകീയവും ഏറ്റവും തത്വാധിഷ്ഠിതവുമായ ഭാഗമാണ് ലക്ഷ്മണോപദേശം. ഒരുപക്ഷെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിക്കാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അധ്യാത്മരാമായണത്തിലെ ഭാഗവും ലക്ഷ്മണോപദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ മണിക്കൂടാരത്തിൽ മറവിയുടെ ആഴങ്ങളിലേക്ക് ഈ ഭാഗം ഒളിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുനരവതരിപ്പിക്കുവാനുള്ളൊരു ശ്രമം എന്ന വിധത്തിൽ ഈ ലക്ഷ്മണോപദേശം തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ അധ്യാത്മരാമായണ മാസമല്ലേ, നിങ്ങളുടെ പ്രിയമുള്ളവർക്കിത് അയച്ചു കൊടുക്കണം. അവരുടെയും ഹൃദയത്തിനുള്ളിൽ രാമായണ ശീലുകൾ, രാമായണ കഥകൾ, രാമായണ കഥകളിലുള്ള തത്വാർത്ഥങ്ങൾ അവരുടെയൊക്കെ ഹൃദയത്തിൽ
അമൃതായി പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.